പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ലിസിപ്രിയ കങ്കുജം. 9 വയസ്സുകാരിയായ ലിസിപ്രിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. ആഗോളതലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ പ്രവർത്തകരിൽ ഒരാളാണ്. 2019 സ്പെയിൻ മാഡ്രിഡിൽ നടന്ന ഐക്യരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിൽ ആ കുട്ടി ലോക നേതാക്കളെ അഭിസംബോധന ചെയ്തു. 2019 ലിസിപ്രിയ വേൾഡ് ചിൽഡ്രൻ പീസ് പ്രൈസ് അവാർഡിന് ജേതാവായി. വാഷിംഗ്ടൺ DC USA ബേസ്ഡ് ആയിട്ടുള്ള എർത്ത് ഡേ നെറ്റ്വർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ റേസിംഗ് സ്റ്റാർ എന്ന ബഹുമതി ലഭിച്ചു. 2019 തന്നെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെ SDGs അംബാസഡർ അവാർഡ് 2019 ഈ കുട്ടി അർഹയായി. കൂടാതെ 2020 ജനുവരി 3 ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജി അവാർഡ് 2020 ഈ കുട്ടിക്ക് ലഭിച്ചു. 9 വയസ്സുള്ള ഈ കുട്ടിയുടെ മനസ്സാണ് ഈ കുട്ടീനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പ്രവർത്തിക്കുക പൂർണ്ണ മനസ്സോടുകൂടി. നമ്മളും ഇതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഓരോ ദിവസവും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമുകളിൽ വിജയിക്കാൻ സാധിക്കും. അതിന് എല്ലാ ദിവസവും നമ്മൾ ഓരോ വിഷയങ്ങളും പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സാമുകളിൽ നല്ല കോൺഫിഡൻസ് ലഭിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. What will be the distance covered by Kochi-Mangaluru natural gas pipeline project which is ready for commissioning? കമ്മീഷൻ ചെയ്യാൻ തയ്യാറായ കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ദൂരം എത്രയായിരിക്കും? 444 കിലോമീറ്റർ. 444 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പൈപ്പ് ലൈൻ കൊച്ചിയിൽ നിന്നും മാംഗ്ലൂർ വരെ കമ്മീഷൻ ചെയ്യുമ്പോൾ കേരളത്തിലെ 7 ഡിസ്ട്രിക്റ്റിലെ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി ലഭിക്കും. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. 5750 കോടി രൂപയാണ് ഈ പ്രൊജക്റ്റ്. കൂട്ടനാട് എന്ന സ്ഥലത്ത് വെച്ച് ബാംഗ്ലൂർക്ക് ഒരു പൈപ്പ് ലൈൻ വീണ്ടും അവിടെ നിന്ന് ഡൈവേർട്ട് ആകുന്നുണ്ട്. നെയിം ഓഫ് ദ 9 years old girl ഫ്രം ഇന്ത്യ who is going to address the opening ceremony of MOG COP26 UK Climate Conference on 19th November 2020. നവംബർ 19 MOG COP26 UKയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കാൻ പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള 9 വയസ്സുകാരിയുടെ പേര്? ലിസിപ്രിയ കങ്കുജം. നമ്മൾ മുന്നേ തന്നെ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലിസിപ്രിയ കങ്കുജം 19 നവംബർ 2020 118 രാജ്യങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രവർത്തകർ കൂടുന്ന യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസിൽ ഉദ്ഘാടന ചടങ്ങിൽ ലിസിപ്രിയ പ്രസംഗിക്കും. ഹു ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ദി വേൾഡ്സ് യങ്ങസ്റ്റ് ഓതർ ബൈ ദി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫോർ ദി ബുക്ക് ഹാപ്പിനെസ് ഓൾ അറൗണ്ട്. ഹാപ്പിനെസ് ഓൾ അറൗണ്ട് എന്ന പുസ്തകത്തിന് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിയായ ആരെയാണ് അംഗീകരിച്ചത്? അഭിജിത ഗുപ്ത. 7 വയസ്സുള്ള അഭിജിത 5ാമത്തെ വയസ്സിലാണ് എഴുതുവാൻ തുടങ്ങിയത്. ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ് ഗ്രാൻഡ് മാസ്റ്റർ ഇൻ റൈറ്റിംഗ് എന്ന ബഹുമതി ഈ കുട്ടിക്ക് നൽകി. ഓൺ ഹൂസ് 151st birth anniversary was Prime Minister Narendra Modi unveiled the Statue of Peace in Rajasthan on 16th November 2020. ആരുടെ ജന്മവാർഷികത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2020 നവംബർ 16 രാജസ്ഥാനിൽ സമാധാന പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ജൈൻമഗ് ആചാര്യ ശ്രീ വിജയ് വല്ലഭ് സുരേശ്വർജി മഹാരാജ്. ജൈന സന്യാസിയായിട്ടുള്ള ആചാര്യ ശ്രീ വിജയ് വല്ലഭ് സുരേശ്വർജി മഹാരാജിൻ്റെ സ്റ്റാച്യു ഓഫ് പീസ് ആണ് 2020 നവംബർ 16 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത്. ഇത് രാജസ്ഥാനിൽ പാലി എന്ന ഡിസ്ട്രിക്റ്റിൽ
ജയ്പൂർ എന്ന സ്ഥലത്ത് വിജയ് വല്ലഭ് സാധന കേന്ദ്രത്തിലാണ്. 1870 1954 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ജൈന സന്യാസി മഹാവീരൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ നിസ്വാർത്ഥമായും അർപ്പണബോധത്തോടെയും കഠിനമായി ജീവിതം നയിച്ചു. To which organization the DGCA has granted a conditional exemption for the development of drones for agricultural research activities. കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ഡ്രോണുകൾ വിന്യസിക്കുന്നതിന് DGCA ഏത് സംഘടനയ്ക്ക് സ്വാഭാവികമായ ഇളവ് അനുവദിച്ചു? ICRISAT ഹൈദരാബാദ്, Ministry of Civil Aviation and Directorate General of Civil Aviation, DGCA, International Crops Research Institute for the Semi-Arid Tropicsന് ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള ഇളവ് അനുവദിച്ചിട്ടുണ്ട്. Who is representing India at the 12th BRICS Summit which is going to take place on 17th November 2020? 2020 നവംബർ 17 നടക്കാനിരിക്കുന്ന 12ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ആരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. 12ാമത്തെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ സ്റ്റെബിലിറ്റി, ഷെയർഡ് സെക്യൂരിറ്റി, ഇന്നോവേറ്റീവ് ഗ്രോത്ത് എന്നതാണ് ഈ സമ്മിറ്റിൻ്റെ തീം. Who has won the International Children's Peace Prize 2020 for his fight against cyberbullying? സൈബർ ഭീഷണിപ്പെടുത്തലിനെതിരായ പോരാട്ടത്തിന് ആരാണ് അന്താരാഷ്ട്ര കുട്ടികളുടെ സമാധാന പുരസ്കാരം 2020 നേടിയത്? സാദത്ത് റഹ്മാൻ. 17 വയസ്സുള്ള സാദത്ത് റഹ്മാൻ ബംഗ്ലാദേശിൽ നിന്നാണ്. 2020 ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ഈ കുട്ടിക്ക് ലഭിച്ചു. On which spacecraft 4 astronauts were successfully launched to the International Space Station on 16th November 2020? ഏത് പേടകത്തിലാണ് 2020 നവംബർ 16 4 ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിജയകരമായി എത്തിച്ചത്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ റിസൈലിയൻസ്. 3 അമേരിക്കൻസ് മൈക്കൽ ഹോപ്കിൻസ്, വിക്ടർ ഗ്ലോവർ, ഷാനോം വോക്കർ കൂടാതെ ജപ്പാൻ സിയോച്ചി നോഗുച്ചി ഇന്ന് 4 പേരാണ് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക്, കെന്നഡി സ്പേസ് സെൻറ്റർ ഫ്ലോറിഡയിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക് എത്തിയത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. ഓരോ എക്സാമിനും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.